ഹലോ മക്കളെ, എല്ലാവർക്കും സുഖമല്ലേ? ഹിന്ദിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്ററിൻ്റെ പേര് ഠാക്കൂർ കാ കുവ. എന്താണ് ചാപ്റ്ററിൻ്റെ പേര്? ഠാക്കൂർ കാ കുവ. ഠാക്കൂർ കാ കുവ. ഠാക്കൂർ കാ കുവ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഠാക്കൂറിൻ്റെ കിണർ അല്ലേ? കുവ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? കിണർ. ഠാക്കൂറിൻ്റെ കിണറിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കുവാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിനകത്തെ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ഗംഗി, ജോക്കു, ഠാക്കൂർ, പിന്നെ സാഹു. ഓക്കെ, അപ്പോൾ നോക്കിയേ, ഗംഗയുണ്ട്, ജോക്കു ഉണ്ട്, പിന്നെ ആരാ ഉള്ളത്? ഠാക്കൂർ ഉണ്ട്, സാഹു ഉണ്ട്. അപ്പം നോക്കിയേ, നമ്മുടെ ഈ ഠാക്കൂർ കാ കുവാം എന്ന് പറയുന്ന ചാപ്റ്റർ എഴുതിയിരിക്കുന്നത് പ്രേംചന്ദ് എന്ന് പറയുന്ന ആളായിരുന്നു. ആരായിരുന്നു എഴുതിയത്? പ്രേംചന്ദ് എന്ന് പറയുന്ന ആള് എഴുതിയതാണ്. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? ഒരു കഥയാണ്, കഹാനി. പ്രേംചന്ദ് എഴുതിയ ഒരു കഹാനിയായിരുന്നു, ഒരു കഥയായിരുന്നു എന്തെന്ന് പറയുന്നത്? ഠാക്കൂർ കാ കുവാം എന്ന് പറയുന്നത്. എല്ലാവർക്കും ക്ലിയർ ആയല്ലോ അല്ലേ? അപ്പോൾ ഇതിനകത്തെ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്നാണ് പറഞ്ഞത്? നമ്മുടെ ഗംഗി ഉണ്ട്, ജോക്കു ഉണ്ട്, ഠാക്കൂർ ഉണ്ട്, അതുപോലെ തന്നെ സാഹുവും ഉണ്ട്. അപ്പം നമ്മുടെ ഈ ഗംഗിയും ജോക്കു എന്ന് പറയുന്നത് സാധാരണക്കാരായിട്ടുള്ള, അതായത് താഴ്ന്ന ജാതിയിലുള്ള ആളുകളായിരുന്നു. ആരെന്ന് പറയുന്നത്? നമ്മുടെ ഗംഗിയും ജോക്കുവും അല്ലേ? താഴ്ന്ന ജാതിയിലുള്ള ആളുകളായിരുന്നു ആരൊക്കെ? ഗംഗിയും ജോക്കുവും. ഓക്കെ, താഴ്ന്ന ജാതിക്ക് ഹിന്ദിയിൽ എന്താ പറയാ? നിമ്ന വർഗ് കെ ലോഗ് അല്ലെ നീച്ച് ജാതി കാ ലോഗ് എന്ന് പറയാം. നിമ്ന വർഗ് കെ ലോഗ് ആയിരുന്നു ആരെന്ന് പറയുന്നത്? നമ്മുടെ ഗംഗിയും ജോക്കുവും. അതുപോലെ തന്നെ ഠാക്കൂർ, സാഹു എന്ന് പറയുന്നതോ സൊസൈറ്റിയിലെ ഉയർന്ന ജാതിയിലുള്ള, അത്യാവശ്യം നല്ല സാമ്പത്തികമൊക്കെ ഉള്ള ആളുകളെയാണ് എന്തെന്ന് പറയുന്നത്? ഠാക്കൂർ എന്നും സാഹു എന്നും പറയുന്നത്. ഓക്കെ, ഠാക്കൂർ എന്നും സാഹു എന്ന് പറയുന്നത് ഇവരെന്താണ്? ഉയർന്ന ജാതിയിലുള്ള ഉച്ചവർഗ കാ ലോഗ്. ഉച്ചവർഗ കാ ലോഗ്, അതായത് ഉയർന്ന ജാതിയിലുള്ള ആളുകളായിരുന്നു ആരൊക്കെ? നമ്മുടെ ഠാക്കൂറും സാഹുവും. അപ്പം നോക്കിയേ, ഗംഗിയും ജോക്കു എന്ന് പറയുന്നത് എങ്ങനെയുള്ള ആളുകളായിരുന്നു? നിമ്നവർഗ കെ ലോഗ് അല്ലെങ്കിൽ നീച്ച് ജാതി കാ ലോഗ്. നീച്ച് ജാതി കാ ലോഗ് ആയിരുന്നു എന്തെന്ന് പറയുന്നത്? ഗംഗിയും ജോക്കു എന്ന് പറയുന്നത്. ഈ ഠാക്കൂറും സാഹു എന്ന് പറയുന്നത് എന്താണ്? ഉച്ചവർഗ കാ ലോഗ്, അതായത് ഉയർന്ന ജാതിയിലുള്ള ആളുകളായിരുന്നു ആരെന്ന് പറയുന്നത്? നമ്മുടെ ഠാക്കൂറും സാഹുവും എന്ന് പറയുന്നത്. അപ്പോൾ ഇതുവരെ മനസ്സിലായല്ലോ അല്ലേ? അപ്പം നമ്മുടെ ഠാക്കൂർ കാ കുവാം എന്ന് പറയുന്നത് എഴുതിയത് ആരായിരുന്നു? പ്രേംചന്ദ് എന്ന് പറയുന്ന ആൾ എഴുതിയ ഒരു മനോഹരമായ ഒരു കഥയായിരുന്നു എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഠാക്കൂർ കാ കുവാം എന്ന് പറയുന്നത്. ഇതിനകത്ത് പ്രതിപാദിച്ചിരിക്കുന്ന ഒരു പ്രോബ്ലം ഉണ്ട് അല്ലേ? ഒരു പ്രശ്നത്തെ പറ്റിയിട്ടാണ് ഈ ഒരു കഥയിൽ പറയുന്നത്. അതാണ് എന്ത്? ജാതി പ്രഥ. എന്താണ്? ജാതി പ്രഥ. ജാതി പ്രഥയാണ് പറയുന്നത്. അതായത് ജാതി വ്യത്യാസത്തെ പറ്റിയിട്ടാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കുവാനായിട്ട് ഉള്ളത്. അതായത് ജാതി പ്രഥ അല്ലേ? അതായത് നമ്മുടെ ഉയർന്ന ജാതിയിലുള്ള ആളുകളും താഴ്ന്ന ജാതിക്കാരും തമ്മിലുള്ള ആ ഒരു എന്താണ് പ്രോബ്ലംസ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. അപ്പം നമുക്ക് ഇതിനകത്ത് എന്തിനെ പറ്റിയിട്ടാണ്? ഒരു ഠാക്കൂറിൻ്റെ കിണറിനെ പറ്റിയിട്ടാണല്ലേ പറയുന്നത്. അപ്പം ഈ കിണറായിരിക്കാം ഇവിടുത്തെ എന്തെന്ന് പറയുന്നത്? എല്ലാത്തിനെയും കാരണഭൂതൻ എന്നൊക്കെ പറയണ പോലെ അല്ലേ? എല്ലാത്തിൻ്റെയും പ്രശ്നക്കാരൻ എന്ന് പറയുന്നത് ഈ കിണർ ആണ്. അപ്പോൾ ഇവിടെ നോക്കിയേ, നമ്മുടെ ഈ ചാപ്റ്ററിനകത്തെ ജോക്കു എന്ന് പറയുന്നത് ഗംഗിയുടെ ഹസ്ബൻഡ് ആയിരുന്നു. ജോക്കു ആരായിരുന്നു? ഗംഗിയുടെ ഹസ്ബൻഡ് ആയിരുന്നു. ഈ ജോക്കു കുറേ നാളായിട്ട് എന്താണ്? അസുഖബാധിതനായിട്ട്, ബീമാർ പടാന്നാണ് പറയുക. അതായത് ബീമാർ എന്താണ്? അസുഖം ബാധിച്ച് ഇരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ എന്താണ്? നമ്മുടെ ഗംഗി അദ്ദേഹത്തിന് ഒരുപാട് കെയറൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അസുഖമൊക്കെ ബാധിച്ചിരിക്കുന്ന ആളല്ലേ? അപ്പോൾ അദ്ദേഹത്തിന് എന്താണ്? നല്ല കെയറിങ്ങും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടാണ് ആര് നോക്കുന്നത്? നമ്മുടെ ഭാര്യയായ നമ്മുടെ ഗംഗി. ഓക്കെ, അപ്പോൾ ഒരു ദിവസം നമ്മുടെ ജോക്കുവിന് എന്താണ്? ഭയങ്കര ദാഹം. ദാഹത്തിന് എന്താ പറയുക? പ്യാസ്. പ്യാസിന് എന്താ പറയുക? ദാഹം കേട്ടോ. ഭയങ്കര ദാഹം തോന്നിയോ? ഭയങ്കര ദാഹം അല്ലേ? ഭയങ്കര ദാഹമൊക്കെ തോന്നി. അങ്ങനെ നമ്മുടെ ജോക്കു ആരെ വിളിച്ചിട്ടുണ്ടാവും? ഗംഗീനെ വിളിക്കൂ അല്ലേ? സ്വാഭാവികമാണ്, വീട്ടിൽ ജോക്കുവും ഗംഗിയേ ഉള്ളൂ. അപ്പോൾ ആരെ വിളിക്കും? വെള്ളം വേണമെങ്കിൽ ഗംഗീനെ വിളിക്കും. അപ്പോൾ ഗംഗി എന്ത് ചെയ്യും? വേഗം പോയിട്ട് വെള്ളമൊക്കെ എടുത്തിട്ട് വരും അല്ലേ? അപ്പോൾ അങ്ങനെ വെള്ളം എടുത്തിട്ട് നമ്മുടെ ഗംഗി ഓടി വരിക. എന്തിലാണ് എടുത്തിട്ട് വരുന്നത്? ലോട്ട. ലോട്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊന്ത.
ആ മൊന്തയ്ക്കുള്ളിലാണ് നമ്മുടെ ഗംഗി എന്ത് ചെയ്യുന്നത്, ഈ വെള്ളം എടുത്തുകൊണ്ട് വരുന്നത്. നമ്മുടെ ജോക്കു ഈ മൊന്ത എന്ത് ചെയ്തുന്നോ, എന്ത് ചെയ്യും, നമ്മൾ എന്ത് ചെയ്യും, വെള്ളം കിട്ടിയാൽ എടുത്തങ്ങോട്ട് മോന്തൂല്ലേ. അതുപോലെ തന്നെ നമ്മുടെ ജോക്കുവും എന്ത് ചെയ്തു, വെള്ളം എടുത്തു അല്ലേ. വെള്ളം എടുത്ത് കുടിക്കാനായിട്ട് വായിൻ്റെ അടുത്തേക്ക് വെച്ചതും അല്ല, അതിനുള്ളിൽ നിന്നും എന്ത് വരുന്നു, ദാ വരുന്നു ബദബു. ബദബു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഭൂതം വല്ലതും ആണോ? അല്ല, ദുർഗന്ധം, ബാഡ് സ്മെല്ല് അതിനുള്ളിൽ നിന്നും വരുന്നു. എന്താ വന്നേ, ബാഡ് സ്മെല്ല്. അങ്ങനെ ആ ദുർഗന്ധം വന്നതുമല്ല, നമ്മുടെ എന്താണ് ജോക്കു കൈയും കെട്ടി നോക്കിയിരിക്കുമോ, അതോ മൊന്ത എടുത്ത് വലിച്ചെറിഞ്ഞിട്ടുണ്ടാവുമോ? പാവം ഇതൊന്നും ചെയ്തില്ല. ഗംഗീനെ വഴക്ക് പറഞ്ഞു അല്ലേ. വഴക്ക്, നീ എന്ത് വെള്ളമാണ് ഗംഗി ഈ കൊണ്ട് വെച്ചേക്കുന്നത്, ദാഹിച്ചിട്ടല്ലേ മനുഷ്യൻ വെള്ളമൊക്കെ ചോദിക്കുക, നീ എന്ത് വെള്ളം, നീ ഇതൊന്ന് നോക്കിക്കേ എന്നൊക്കെ ആര് പറഞ്ഞു, നമ്മുടെ അസുഖബാധിതനായിട്ടുള്ള ജോക്കു, അതായത് ഗംഗിയുടെ ഭർത്താവ് പറയുന്നു. അങ്ങനെ നമ്മുടെ ഗംഗി ആ വെള്ളം മണത്ത് നോക്കുമ്പോൾ ശരിയാണല്ലോ, ഇതിനുള്ളിൽ എന്തുണ്ട്, ശരിക്കും ഭൂ അല്ലേ. ഭൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ബദബൂ തന്നെ, ഇതിനുള്ളിൽ സ്മെല്ല് ഉണ്ട്. അപ്പോൾ അവൾ പറയാണ്, അയ്യോ ഇന്നും ഇവരെന്ത് ചെയ്യും, തലേന്ന് തന്നെ ഈ വെള്ളമൊക്കെ കളക്ട് ചെയ്തിട്ടാണ് അവിടേക്ക് വരിക. അതായത് കുറച്ച് ദൂരെയാണ്. ഈ ഒരു ഗ്രാമത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ താഴ്ന്ന ജാതിക്കാർക്ക് കോരുവാനായിട്ട് ഒരു കിണർ, ഉയർന്ന ജാതിക്കാർക്ക് കോരുവാനായിട്ട് മറ്റൊരു കിണർ. അതായത് ഠാക്കൂറിൻ്റെ വീട്ടിൽ ഠാക്കൂറിനൊക്കെ കോരാനുള്ള വെള്ളം ഉണ്ടാവും, ഒരു കിണറുണ്ടാവും. അതുപോലെ തന്നെ ഈ താഴ്ന്ന ജാതിയിലുള്ള ആളുകൾക്ക് എല്ലാവർക്കും കൂടിയിട്ട് കോരുവാനായിട്ട് നമ്മുടെ ഈ പഞ്ചായത്ത് കിണർ എന്നൊക്കെ പറയുന്ന പോലെ ഒരു കിണറേ ഉള്ളൂ. ആ കിണർ അങ്ങ് ദൂരെയാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗംഗി എന്ത് ചെയ്യും, തലേന്ന് തന്നെ, അതായത് രാവിലെ ഓടിപ്പോയി വെള്ളം കോരിയിട്ട് വരാനൊക്കെ പറ്റുമോ? അപ്പോൾ അതുകൊണ്ട് തന്നെ തലേന്ന് തന്നെ വെള്ളമൊക്കെ പോയി ശേഖരിച്ച് പാവം കൊണ്ടുവന്ന് വെക്കും. അങ്ങനെ തലേന്ന് കൊണ്ടുവന്ന് വെച്ച വെള്ളമായിരുന്നു എന്തെന്ന് പറയുന്നത് ഇന്നിപ്പം നമ്മുടെ ജോക്കുവിന് കുടിക്കാനായിട്ട് കൊടുത്തത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞ് നോക്കുമ്പോൾ അല്ലേ അതിനുള്ളിൽ എന്തുണ്ട്, സ്മെല്ല് വരുന്നു. അങ്ങനെ ആ സ്മെല്ല് വന്നപ്പോൾ നമ്മുടെ ഗംഗി വേഗം ആലോചിക്കുക, എന്തായിരിക്കാം സംഭവിച്ചത്. ഇന്നലെ ഞാൻ കോരിക്കൊണ്ട് വന്നപ്പോൾ ഇതിനുള്ളിൽ എന്തില്ല, സ്മെല്ലൊന്നും ഇല്ലായിരുന്നല്ലോ, ഇന്നിപ്പോൾ എന്താ സംഭവിച്ചത്. ഏതെങ്കിലും ഒരു ജാൻവർ അല്ലേ, കോയി ജാൻവർ ഗിർക്കർ മർ ഗയാ ഹോഗ, ഏതെങ്കിലും ഒരു മൃഗം, കോയി ജാൻവർ, ഏതെങ്കിലും ഒരു മൃഗം വീണ് ചത്തുപോയിട്ടുണ്ടാകുമെന്ന് പറയുന്നു. ക്ലിയർ ആയി ഇത്രയും വരെ? അതിനുശേഷം നമ്മുടെ ഗംഗി നമ്മുടെ ജോക്കുവിന് എന്താണ്, ഭയങ്കര ദാഹമാണ് അല്ലേ. അപ്പം നമ്മുടെ ഗംഗി നമ്മുടെ ജോക്കുവിനോട് പറയാണ്, സാരമില്ല, എന്ത് ചെയ്യാം, ഞാൻ വേറെ വെള്ളം എവിടെ നിന്നെങ്കിലും കൊണ്ടുവന്ന് തരാം. നമ്മുടെ ജോക്കുവിന് തമാശ പോലെ തോന്നിയ കാരണം എന്താണ്, ആ ഗ്രാമത്തിൽ വേറെ ഓപ്ഷൻ ഉണ്ടോ താഴ്ന്ന ജാതിക്കാർക്ക് കോരാനായിട്ടുള്ളത്? ഒരു കിണർ പോലും ഇല്ല അല്ലേ. അപ്പം ഠാക്കൂറിൻ്റെ വീട്ടിലെങ്ങാനും പോയി വെള്ളം കോരിയ, സാഹുവിൻ്റെയോ ഠാക്കൂറിൻ്റെ വീട്ടിൽ പോയി കൈയും കാലും തല്ലി ഓടിച്ച് അവിടെ അങ്ങ് ഇടും അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ജോക്കുവിന് അതൊരു തമാശയായിട്ട് തോന്നി. പക്ഷെ നമ്മുടെ ഗംഗി എന്താണ്, വെള്ളം മോഷ്ടിക്കുവാനായിട്ട് തീരുമാനിച്ചു. പക്ഷെ നമ്മുടെ ജോക്കു വിലക്കുന്നുണ്ട്, നീ അങ്ങോട്ട് പോകണ്ട, കാരണം നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ പോലും നമ്മുടെ വാതിലിൻ്റെ അടുത്തേക്ക് ഇവരാരെങ്കിലും ഒന്ന് വന്നാൽ അതൊരു ഭാഗ്യമായിട്ടാണ് കാണേണ്ടത്, അവരൊരു ഷോൾഡർ തന്നിരുന്നെങ്കിൽ അല്ലേ. അപ്പം അങ്ങനെയൊക്കെ നമ്മുടെ ജോക്കു പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെങ്കിൽ നമ്മുടെ ഗംഗി എന്ത് ചെയ്യുന്നില്ല, അതൊന്നും കേൾക്കാൻ നിൽക്കാണ്ട് അവൾ എന്ത് ചെയ്യാണ്, വെള്ളം എടുക്കുവാനായിട്ട് പോകുന്നു. നമുക്കറിയാലേ ഠാക്കൂറിൻ്റെ വീടൊക്കെ ആകുമ്പോൾ അവിടെ ഒരുപാട് ജോലിക്കാരും മറ്റുമൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പം നമ്മുടെ ഗംഗി ഒരു 9 മണിയായപ്പോൾ, എത്ര മണിക്കാണ്, 9 ബജെ, 9 മണി ആയപ്പോഴാണ് എവിടെ പോയത്, നമ്മുടെ ഠാക്കൂറിൻ്റെ കിണറ്റിൽ വെള്ളം കോരുവാനായിട്ട് പോയത്. എപ്പോഴാണ് പോയത്, ഒരു 9 മണി സമയത്താണ് പോയത്. ഈ 9 മണി സമയത്ത് പോയപ്പം അത്യാവശ്യം നല്ല ഇരുട്ടാവും അല്ലേ. ഇരുട്ടായതുകൊണ്ട് തന്നെ നമ്മുടെ ഗംഗീനെ ആരും കാണില്ല. അതായത് മണ്ണെണ്ണ വിളക്കുപ്പി എന്നാണ് പറയട്ടെ, മണ്ണെണ്ണ വിളക്കിൻ്റെ ആ ഗുങ്കുലി രോഷിനിയും എന്ന് പറയും. അതായത് ആ മണ്ണെണ്ണ വിളക്കിൻ്റെ ആ മങ്ങി നേരിയ വെളിച്ചത്തിലാണ് ആര് പോകുന്നത്, നമ്മുടെ ഗംഗി പോയത്. അപ്പോൾ അവൾ കിണറിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ഠാക്കൂറിൻ്റെ വീട്ടിലെ 2 വേലക്കാർ വരുന്നതായിട്ട് കാണുന്നു. അവർ വെള്ളം എടുക്കുവാനായി വന്നതാണ്. അപ്പോൾ അവർ വരുമ്പോൾ എന്താണ്, ഠാക്കൂറിനെ പറ്റിയിട്ടുള്ള കുറ്റങ്ങൾ, അതായത് നമ്മൾ കുറച്ച് നേരം പണിയെടുക്കാനായിട്ട് അവിടെ പണിയെടുത്ത് മടുത്തിരിക്കുന്ന സമയത്ത് അതിൽ പറയും നിങ്ങളൊരു പണിയെടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ കൊണ്ട്, അതായത് ഒരു പണിയെടുത്തതും അടുത്ത പണി ഇങ്ങനെ തന്ന് നമ്മളെന്താണ് ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുത്തുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യാണ്. അപ്പോൾ ഇതെല്ലാം ആരവിടെ ഇരുന്ന് കേൾക്കുന്നുണ്ട്, നമ്മുടെ ഗംഗി
കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവളുടെ സ്വാഭാവികമായിട്ട് അവളുടെ ഉള്ളിൽ എന്താണ് ഒരു വിപ്ലവകാരി ഉറങ്ങിക്കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അവൾ പറയാണ്, ഈ സൊസൈറ്റിയിൽ ഉയർന്ന ആളുകൾ എന്ന് പറഞ്ഞിട്ട് കൊട്ടിഘോഷിച്ച് നടക്കുന്നുണ്ട്, പക്ഷെ ഇവരെന്താണ് ചെയ്യുന്നത്? ഇവരാണ് ഈ ലോകത്തെല്ലാം അല്ലെങ്കിൽ ഈ ഒരു സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ തെറ്റുകൾ ചെയ്യുന്നത് ആരാണ്? ഈ ഉയർന്ന ജാതിയിലുള്ള ആളുകൾ തന്നെയാണ് എന്നൊക്കെ അവൾ പറയുകയാണ്. ഓക്കെ അല്ലേ? അപ്പം ഇങ്ങനെയൊക്കെ പറയുന്ന അവളുടെ ഉള്ളിലെ ആ ഒരു വിദ്രോഹി ദിൽവാലി എന്ന് പറയാം. അതായത് വിപ്ലവകരമായിട്ടുള്ള മനസ്സോട് കൂടിയിട്ടുള്ളവൾ, അതാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ ഗംഗി എന്ന് പറയുന്നത്. ഇത്രയും വരെ ക്ലിയർ ആയോ മക്കൾക്ക്? ഓക്കെ. അങ്ങനെ എല്ലാവരും തന്നെ വെള്ളമൊക്കെ എടുത്തിട്ട് എങ്ങോട്ട് പോകും? നമ്മുടെ ഠാക്കൂറിൻ്റെ വീട്ടിലേക്ക് തന്നെ. അവർ ഠാക്കൂറിൻ്റെ വീട്ടിൽ നിന്ന് വന്നവർ തിരിച്ച് എങ്ങോട്ടേ പോകുള്ളൂ? ഠാക്കൂറിൻ്റെ വീട്ടിലേക്ക് തന്നെ പോവുകയാണ്. അങ്ങനെ പോയി അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും എന്താണ് ഠാക്കൂറിൻ്റെ വീട്ടിൽ ഈ ഗംഗി വരുന്ന സമയത്ത് ഒരുപാട് ഓഫീസേഴ്സൊക്കെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അവർ എന്തൊക്കെയോ ചർച്ചയൊക്കെ നടത്തുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നോക്കിയേ, ഈ അവിടെ നമ്മുടെ ഠാക്കൂറിൻ്റെ വാതിൽ അടഞ്ഞതുമല്ല, നമ്മുടെ ഗംഗി എന്ത് ചെയ്തിട്ടുണ്ടാവും? ഓടി കിണറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടാവും അല്ലേ? അങ്ങനെ അവൾ വേഗം തന്നെ വെള്ളം എടുക്കുവാനായി കിണറിൻ്റെ അടുത്തേക്ക് വന്നു. കയറും തൊട്ടിയുമൊക്കെ കിണറ്റിലേക്ക് ഇടുന്നു. അവിടെ ഠാക്കൂറിൻ്റെ കഥകൾ അടഞ്ഞു കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അവൾ എന്ത് ചെയ്യുന്ന ആ വെള്ളം കോരാനായിട്ട് ഇങ്ങനെ കയറും തൊട്ടിയും അങ്ങോട്ടേക്ക് ഇട്ട് വെള്ളം കോരിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഠാക്കൂറിൻ്റെ വീട്ടിൽ എന്താണ് ആ വാതിൽ എന്ത് ചെയ്യാൻ അവിടെ ലൈറ്റ് കത്തുകയും ഡോർ ഓപ്പൺ ആവുകയൊക്കെ ചെയ്യുന്ന സൗണ്ട് ആര് കേൾക്കുന്നു? നമ്മുടെ ഗംഗി കേൾക്കുന്നു. ഗംഗി വെറുതെ ഇരിക്കുമോ? അവിടെ കിടന്ന് കത്തട്ടെ അല്ലേ, ഡോറ് തുറക്കട്ടെ എന്ന് പറഞ്ഞാൽ അവൾ വെള്ളം കോരിക്കൊണ്ടിരിക്കുമോ? ഇല്ലല്ലേ. അവൾ എത്ര വിപ്ലവകാരിയാണേലും എത്രത്തോളം അവൾ ധൈര്യശാലി ആണെങ്കിലും അവളുടെ ഉള്ളിലും എന്തുണ്ട്? പേടിയുണ്ട് അല്ലേ? അപ്പം അതുകൊണ്ട് തന്നെ അവളുടെ കയ്യിൽ നിന്നും ആ പേടി കാരണം അവളുടെ കയ്യിൽ നിന്നും എന്താണ് തൊട്ടിയും കയറും എങ്ങോട്ടേക്ക് പോയി? താഴേക്ക് വീണു അല്ലേ? താഴേക്ക് കിണറ്റിലേക്ക് വീഴുമ്പോൾ എങ്ങനെയായിരിക്കും മക്കളെ? ഒച്ചയൊക്കെ ഉണ്ടാവുമോ അതോ ഇല്ലേ? ഓക്കെ. ആ തൊട്ടിയും കയറും വീഴുന്ന ഒച്ച കേട്ടപ്പോൾ എങ്ങനെയായിരുന്നു വീണത്? ബ്ലുമെന്നങ്ങ് വീണു അല്ലേ? ആ ഒച്ച കേട്ടതുമല്ല, ഠാക്കൂറിൻ്റെ വീട്ടിൽ നിന്നും ആളുകൾ ആരാന്ന് ചോദിച്ചിട്ട് ഓടി വരുന്നു. പാവം നമ്മുടെ ഗംഗീനെ കണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? കൈയും കാലും തല്ലി ഒടിച്ച് വേണമെങ്കിൽ ആ കിണറ്റിനുള്ളിൽ തന്നെ ഇട്ട് മൂടി കളയും അല്ലേ? അത്രയും ദേഷ്യവും വെറുപ്പും ഒക്കെയാണ് എന്തെന്ന് പറയുന്നത് താഴ്ന്ന ജാതിക്കാരോട്. അപ്പം അതുകൊണ്ട് തന്നെ ഗംഗി എന്ത് ചെയ്യാണ്? ഇവരുടെ കണ്ണിൽ പെടാതെ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയാണ്. അവൾ മതിലൊക്കെ എടുത്ത് ചാടി, കൂതുക്കർ എന്നാണ് പറയാം കേട്ടോ, എടുത്ത് ചാടി അവൾ എന്ത് ചെയ്യാണ്? അവളുടെ വീട്ടിലേക്ക് എത്തുന്നു. അവിടെ ചെല്ലുമ്പോൾ അവൾ കാണുന്ന കാഴ്ച എന്താണ്? തൻ്റെ ജോക്കു. ആരാണ് തൻ്റെ ജോക്കു? തൻ്റെ ഹസ്ബൻഡ് അല്ലേ? അവളുടെ ഭർത്താവായ ജോക്കു എന്ത് ചെയ്യാണ്? ആ ബുരാപാനി പീ രഹാദ. ബുരാപാനി അതായത് എന്താണ്? ആ മോശമായ വെള്ളം എന്ത് ചെയ്യാണ്? കുടിക്കുന്നതായിട്ടാണ് ആര് കാണുന്നത്? നമ്മുടെ ഗംഗി കാണുന്നത് അല്ലേ? എന്തൊരു പരിതാപകരമായിട്ടുള്ളൊരവസ്ഥയാണല്ലേ? ഗംഗയ്ക്ക് സങ്കടം വന്നിട്ടുണ്ടാവില്ലേ? ഉണ്ടാവും. അപ്പം നോക്കി, ഈ ഒരു അതായത് ഈ വെള്ളം കുടിക്കുന്ന സിറ്റുവേഷൻ കണ്ടുകൊണ്ട് വരുന്ന ഗംഗയുടെ ആ ഒരു ഇതും പറഞ്ഞുകൊണ്ടാണ് ഈ ചാപ്റ്റർ അവസാനിക്കുന്നത്. ഇത്രയും വരെ എല്ലാവർക്കും മനസ്സിലായല്ലോ മക്കളെ? ഓക്കെ. അപ്പം നോക്കി, ഇതിനകത്തു നിന്നുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്, ഒന്ന് നമ്മൾ പഠിക്കേണ്ടത് ഗംഗയുടെ ക്യാരക്ടർ സ്കെച്ച് ആയിരിക്കണം. എന്താണ് പഠിക്കേണ്ടത്? ഗംഗയുടെ ക്യാരക്ടർ സ്കെച്ച്, അതായത് ചരിത്ര ചിത്രൻ. ഓക്കെ, ചരിത്ര ചിത്രൻ, ഗംഗയുടെ ക്യാരക്ടർ സ്കെച്ച് പഠിക്കുക. പിന്നീട് നമുക്ക് പഠിക്കേണ്ടത് ഈ വെള്ളം കുടിക്കുവാൻ, അതായത് നമ്മുടെ ഗംഗി വെള്ളം എടുക്കാനായിട്ട് ഠാക്കൂറിൻ്റെ കിണറ്റിലേക്ക് പോയി അവിടെ നിന്ന് ഓടിക്കതച്ച് തിരിച്ച് വീട്ടിൽ വരുമ്പോൾ കാണുന്ന നിസ്സഹായ അവസ്ഥ എന്തായിരുന്നു? തൻ്റെ ഭർത്താവ് പ്രിയതമൻ എന്ത് ചെയ്യാണ്? മോശമായ വെള്ളം എടുത്തിട്ട് കുടിക്കുന്നു. അദ്ദേഹത്തിന് എന്താണ്? ദാഹം സഹിക്കാൻ പറ്റുന്നില്ല, തൊണ്ടയൊക്കെ ഉണങ്ങി പൊട്ടാനായി അല്ലേ? അപ്പം അങ്ങനെ ആ ഒരു രംഗം വെച്ചിട്ട് നമ്മളോട് എന്ത് ചോദിക്കും? വാർത്താലാപ് അല്ലെങ്കിൽ ബാച്ചീത്ത് ചോദിക്കാട്ടോ. വാർത്താലാപ് അല്ലെങ്കിൽ ബാച്ചീത്ത് രണ്ടും ഒന്നാണ്, കോൺവെർസേഷൻ ആണ് കേട്ടോ. ഈ കോൺവെർസേഷൻ 4 മാർക്കിന് ചോദിക്കും. ഓക്കെ അല്ലേ? പിന്നെ നമുക്ക് എന്താണ് ഈ ഒരു ഗംഗീൻ്റെ ഇതൊക്കെ വെച്ചിട്ട്, അതായത് ജാതിപ്രഥ എന്ന് പറയുന്ന സബ്ജക്റ്റ് അല്ലേ, ടോപ്പിക്ക് തന്നുകൊണ്ട് ജാതിപ്രഥ ഒരു പോസ്റ്റർ എന്തായാലും 4 മാർക്കിന് ചോദിക്കാം. ജാതിപ്രഥയാണ് സബ്ജക്റ്റായിട്ട് വരിക.
ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് പോസ്റ്റർ തയ്യാറാക്കുവാനായിട്ടൊക്കെ നമുക്ക് എക്സാമിന് ചോദിക്കും. അപ്പോൾ എൻ്റെ മക്കൾ എല്ലാവരും തന്നെ ഈ ക്ലാസ് കാണുക, ഇഷ്ടമാകും എന്ന് വിചാരിക്കുന്നു. പിന്നെ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക കേട്ടോ എക്സാമിന്. ഗംഗിയുടെ ക്യാരക്ടർ സ്കെച്ചും വാർത്താലാപും അതുപോലെ തന്നെ ജാതിപ്രദ എന്ന് പറയുന്ന പോസ്റ്ററും എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ മക്കളെ ഈ പാഠം വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യുവാനായിട്ട് സാധിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.